ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല ടൈപ്പ് റെസിപ്പികൾ ഞാൻ കണ്ട് പരീക്ഷിച്ച് നോക്കിയിട്ടു ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു മാമ്പഴപ്പുളിശ്ശേരി ഇതുവരെ കിട്ടിയിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചാല് ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ ഇത് വെച്ച് നോക്കിയത്. പണ്ടൊക്കെ അമ്മ മാമ്പഴപ്പുളിശ്ശേരി ഇങ്ങനെയാണ് ഇത്ര വെക്കാറ്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാന്ന് നോക്കിയാലോ. 5-10 ചന്ദ്രക്കല മാങ്ങ തൊലി കളഞ്ഞ ഒരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള മൺചട്ടികളിൽ വെക്കണതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഒന്ന് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. അതിപ്പോൾ ചെറുതായിട്ട് മാങ്ങ ഒന്ന് വെറുതെ ഒന്ന് ഞെരടി കൊടുക്കണം കേട്ടോ. പതുക്കെ മാമ്പഴത്തിൻ്റെ കഴമ്പ് ചാറിലേക്ക് ചെറുതായി ചേർന്ന് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു രുചിയായിരിക്കും. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാങ്ങ വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പ് കൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് ചെറിയൊരു സ്പൂൺ കൊണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അടുപ്പത്ത് വെക്കാം. ഇനി ഈ മാമ്പഴം ഒന്ന് വേവട്ടെ. മാമ്പഴം വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ വറ്റിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതാ, അല്ലെങ്കിൽ മാമ്പഴം അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. മാമ്പഴം വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള നാളികേരം അരയ്ക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു വലിയ നാളികേരത്തിൻ്റെ 1 മുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഈ നാളികേരം ഇട്ടതിന് ശേഷം 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തു. വേപ്പിലിടണം നിർബന്ധമില്ല, ഞാൻ കുറച്ച് ഇട്ടത് മാത്രം. സാധാരണ എല്ലാവരും വേപ്പിലെടുത്ത് കളയണ കാരണേ ഉള്ളിൽ ചെല്ലാൻ വേണ്ടിയിട്ട് ഈ നാളികേരത്തിൽ കൂടെ അരയ്ക്കണമെന്ന് വെച്ചാൽ അതിൽ കൂടെ ഒക്കെ ഞാൻ വേപ്പിലെടുത്തിടും. മാമ്പഴ പുളിശ്ശേരിക്കുള്ള തൈര് ഞാൻ ഈ നാളികേരത്തിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് അരയ്ക്കുകയാണ് ചെയ്യുന്നത്. അധികം പുളിയില്ലാത്ത കട്ടത്തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 കപ്പ് തൈര് ഒഴിച്ചിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് ഇത് അരച്ചെടുക്കാം. നാളികേരം നന്നായി അരയണം. പണ്ടൊക്കെ അമ്മയുടെ ചെറുപ്പത്തിൽ അമ്മീമ്മ വെച്ചിട്ടാണ് നാളികേരം വെണ്ണ പോലെ അരയ്ക്കാന്ന്. മറ്റുള്ള കറികൾക്കൊക്കെ നാളികേരത്തിന് ഇത്തിരി അറിവ് കുറഞ്ഞാലും ഇതുപോലെയുള്ള മാമ്പഴ പുളിശ്ശേരി, മോരുകറി, കാളൻ ഇതിനൊക്കെ നല്ലപോലെ വെണ്ണ പോലെ അരയണം എന്നാണ് പറയുന്നത്. അടുപ്പത്ത് വെച്ച മാമ്പഴം ഇപ്പം നന്നായി തിളച്ച് വെന്ത് അതുപോലെ വെള്ളം നന്നായി വറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം തൈര് കൂട്ടി അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ച് അടിച്ച് കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് കൂട്ടി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. ഈ മാമ്പഴം നന്നായി പഴുത്ത് നല്ല മധുരമുള്ള കാരണം മധുരത്തിന് വേണ്ടി ഞാൻ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായി ഒന്ന് തിളച്ച് വരികയേ വേണ്ടൂ. അപ്പോൾ തന്നെ നമുക്കത് വറുത്തിടാൻ നോക്കാം. അതിനുവേണ്ടി വറുത്തിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. കുറച്ച് നല്ലോണം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ടിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അമ്മ പറഞ്ഞു തന്ന വേറൊരു സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ മാമ്പഴ പുളിശ്ശേരിക്ക് വറുത്തിടുമ്പോഴേ ഉലുവ വറുത്തിടില്ല. മോരുകറി അതുപോലെ തന്നെ കാളൻ ഇതിനൊക്കെയാണ് ഉലുവ വറുത്തിടുള്ളൂ. ഇവിടെ കടുക് വറുത്തിട്ടതിന് ശേഷം അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം. ഇത് കൂടുതൽ തിളയ്ക്കാണ്ട് ശ്രദ്ധിക്കണേ. അങ്ങനെ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയായി. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അസാധ്യ ടേസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിലുള്ള ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പവും. പിന്നെ ഈ ചന്ദ്രക്കല മാങ്ങയ്ക്ക് നല്ല മണവും നല്ല മധുരം ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇരട്ടി ടേസ്റ്റായി ഈ കറി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ടൊന്നൊരു കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടേന് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു, ബൈ.